തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ചുള്ള 3 നില കെട്ടിടം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3 വർഷത്തിനുള്ളിൽ 7 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണമാണ് തൃക്കാവ് സ്കൂളിൽ നടന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ച് വിശാലമായ 3 നില കെട്ടിടം നേരത്തെ നിർമ്മിച്ചിരുന്നു. സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, കമ്പ്യൂട്ടർ ലാബ് എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു കെട്ടിടം. പിന്നീട് ക്ലാസ് മുറികളെല്ലാം നഗരസഭ മുൻകൈയെടുത്ത് ഹൈടെക് ആക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ PMJVK കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി 3 കോടി രൂപ ചെലവഴിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ കെട്ടിടം നിർമ്മിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് മരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് പുതിയ 3 നില കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഓഡിറ്റോറിയം നിർമ്മാണവും നടന്നുവരികയാണ്. വൈദ്യുതീകരണം കൂടി പൂർത്തിയായാൽ ഓഡിറ്റോറിയവും ഉദ്ഘാടനത്തിനൊരുങ്ങും. പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സ്കൂൾ തല പരിപാടികൾ പി നന്ദകുമാർ MLA-യുടെ നേതൃത്വത്തിൽ നടക്കും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തൃക്കാവ്. ഈ തൃക്കാവ് ഹൈസ്കൂളായിരുന്ന കാലത്ത് യാതൊരു സൗകര്യങ്ങളില്ലാതെ വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അതിനുശേഷം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും വന്നു. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വന്നു. ഈ അവസരത്തിലാണ് 2016 വന്ന പിണറായി ഗവൺമെൻറ് തൊട്ട് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം വരെ 11.5 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറിക്ക് മാത്രമല്ല, സെക്കൻഡറി വിഭാഗത്തിൽ അതുപോലെ തന്നെ സ്റ്റേജ് നവീകരണം, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ വർക്ക്സ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളാണ് 11 കോടി രൂപ വിനിയോഗിച്ചത്. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ തോതിലേക്കുള്ള നിക്ഷേപമാണ് ഈ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാൻ നിശ്ചയിച്ചൊരു കാലഘട്ടത്തിന് വ്യത്യസ്തമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും ബാങ്ക് ഫണ്ട് ഉപയോഗിച്ചും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി മെച്ചപ്പെട്ട തോതിലേക്കുള്ള ഒരു വിദ്യാഭ്യാസം സൗകര്യങ്ങൾ ഇവിടെ വളർത്തിയെടുക്കുന്ന കാഴ്ചപ്പാടിനുള്ള പ്രവർത്തന അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പൊന്നാനി മണ്ഡലത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കിട്ടാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ തൊട്ട് 5ാം ക്ലാസ് വരെയും 8ാം ക്ലാസ് വരെയും SLC വരെയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിവിധങ്ങളായ ഫണ്ടുകൾ കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിന് കുറേ വാഹനങ്ങളും മിക്ക സ്കൂളുകൾക്കും കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കുക, പഠന സൗകര്യം ഒരുക്കുക എന്ന ഒരു കാഴ്ചപ്പാട് 1957 ഗവൺമെൻറ് ആദ്യമായി പ്രഖ്യാപിച്ച പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന് ഉയർന്ന ഘട്ടമെന്നതിലേക്കാണ് ഇപ്പോൾ ആർട്സ് വിഭാഗത്തിൽ ഡിഗ്രി കുട്ടികളടക്കം സൗജന്യമാക്കുന്ന പ്രഖ്യാപനം വന്നത്. അതിനൊക്കെ പശ്ചാത്തല സൗകര്യം വേണം, മറ്റു പഠന സൗകര്യം വേണം.